നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സർക്കാർ ഇടപെട്ടു. കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി മാറി. പാടശേഖരങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് സംഭരിക്കും. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കുറ്റപത്രം പോലീസ് ഈ ആഴ്ച സമർപ്പിക്കും. തെളിവെടുപ്പും സാക്ഷിമൊഴിയും ശാസ്ത്രീയ തെളിവ് ശേഖരണവും പൂർത്തിയായി. പാമ്പാടിയിലെ അനധികൃത വഴിയോര കച്ചവടത്തിന് പഞ്ചായത്ത് ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണം. വ്യാപാരികൾ കടകൾ അടച്ചിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാലാ പ്രവിത്താനത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരൻ ഈരാറ്റുപേട്ട സ്വദേശി മരിച്ചു. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി നീങ്ങി. നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. ചെങ്ങളം, മാടേക്കാട് പാടശേഖരം, കുറിച്ചി, മണ്ണങ്കര, കുറിച്ചിക്കാട്ട് പാടശേഖരം എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കാനും തീരുമാനമായിട്ടുണ്ട്. നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. മില്ലുടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് സർക്കാർ കർഷകരുടെ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയത്. തിരുവാർപ്പ് കൃഷിഭവൻ പരിധിയിലെ ചെങ്ങളം, മാടേക്കാട് പാടശേഖരം, കുറിച്ചി, മണ്ണങ്കര, കുറിച്ചിക്കാട്ട് പാടശേഖരം എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കും. നിലവിലെ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും സംഭരണം. വലിയ വാഹനം എത്തുന്നിടത്ത് നെല്ല് എത്തിച്ചു നൽകണമെന്ന മില്ലുടമ കളുടെ ആവശ്യം കർഷകർ അംഗീകരിച്ചു. കൊയ്ത്ത് നടക്കാനുള്ള പാടശേഖരങ്ങളിലെ നെല്ലു സംഭരണം സുഗമവും വേഗത്തിലുമാക്കുന്നതിനായി കൊയ്ത്ത് നടക്കുന്ന തീയതി പാടശേഖര സമിതി അറിയിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മില്ല് ഏതെന്ന് നിശ്ചയിച്ചു നൽകും. അടുത്ത ദിവസം തന്നെ പാടശേഖര സമിതി ഭാരവാഹികളും മില്ലുടമകളും തമ്മിൽ ഗുണനിലവാരം സംബന്ധിച്ച ധാരണയിലെത്തണം. അല്ലെങ്കിൽ പാടശേഖര സമിതിയുടെയും മില്ലുടമ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഗുണനിലവാര പരിശോധന നടത്തി അതിനനുസരിച്ച് നെല്ലെടുപ്പിന് ധാരണയുണ്ടാക്കും. ഒരു പാടശേഖര നെല്ലെടുപ്പിന് മില്ലിനെ നിയോഗിച്ചാൽ കാലതാമസം വരുത്താതെ തന്നെ നെല്ലെടുത്ത് തുടങ്ങണമെന്നും മുഴുവൻ നെല്ലും തുടർച്ചയായി എടുക്കണമെന്നും മുടക്കം വരുത്തരുതെന്നും ജില്ലാ കളക്ടർ മില്ലുടമകൾക്ക് നിർദ്ദേശം നൽകി. മഴയടക്കമുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം നെല്ല് കേടാകുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പക്ഷം ഇരുകൂട്ടരും തമ്മിൽ ചർച്ച ചെയ്ത് രമ്യമായ പരിഹാരമുണ്ടാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നിവരും പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ തീരുമാനിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നെല്ലിന്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നതെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ വിശദീകരിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോസ്, പാടി മാനേജർ കെ അനിത, പാടി ഓഫീസർ അനുജ ജോർജ്, CPI ജില്ലാ സെക്രട്ടറി VB ബിനു, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി EN ദാസപ്പൻ, കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി മണക്കുന്നേൽ, നെൽകർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ്, രക്ഷാധികാരി VJ ലാലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ കുറ്റപത്രം ഈ ആഴ്ച സമർപ്പിക്കും. തെളിവെടുപ്പ്, സാക്ഷിമൊഴി ശേഖരണം, ശാസ്ത്രീയ തെളിവ് ശേഖരണം എന്നിവ പോലീസ് വേഗത്തിൽ പൂർത്തിയാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 സീനിയർ വിദ്യാർത്ഥികൾ റിമാൻഡിൽ കഴിയുകയാണ്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ ഈ ആഴ്ച പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ തെളിവെടുപ്പ്, സാക്ഷിമൊഴി, ശാസ്ത്രീയ തെളിവ് ശേഖരണം എന്നിവ പോലീസ് പൂർത്തിയാക്കി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവാദമായ കേസായതിനാൽ നിയമോപദേശം കൂടി തേടിയതിനു ശേഷമാവും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത്. 5 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 2 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ബാക്കിയുള്ള 3 പേർ അപേക്ഷ പിൻവലിക്കുകയായിരുന്നു. CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, മലപ്പുറം വണ്ടൂർ കരുമാറ്റപ്പുറ KP രാഹുൽ രാജ്, മൂന്നിലവ് വാളകം കരയിൽ സാമുവൽ ജോൺസൺ, വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് NS ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി C റിജിൽജിത്ത്, കോരുത്തോട് മടുക്ക നെടുങ്ങാട്ട് വീട്ടിൽ NV വിവേക് എന്നിവരാണ് കേസിൽ പിടിയിലായത്. ഇവർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ വർഷം നവംബർ ആദ്യവാരം മുതലാണ് ജൂനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. കോട്ടയം DYSP KG അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ SHO TS ശ്രീജിത്തും സംഘവുമാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി പഞ്ചായത്തിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ വ്യാപാരികൾ പാമ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി.
അനധികൃത വഴിയോര വ്യാപാരത്തിന് പഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു. പാമ്പാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെരുകിയിരിക്കുന്ന അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത്. അനധികൃത വഴിയോര കച്ചവടം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വഴിയോര കച്ചവടത്തിന് അധികൃതർ ഒത്താശ ചെയ്തു നൽകുന്നുവെന്നാരോപിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പാമ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഉച്ചവരെ കടകൾ അടച്ചിട്ടായിരുന്നു പ്രതിഷേധം. രാവിലെ അണ്ണാടിവയൽ മുതൽ കോത്തല വരെ വാഹന പ്രചരണ ജാഥ നടത്തി. തുടർന്ന് കാളച്ചന്ത മുതൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ വരെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്തെ ചെറുകിട വ്യാപാര മേഖലയാണ്. നാട്ടിൽ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഓടിച്ചെന്ന് കടം പറഞ്ഞുകൊണ്ട് 1/2 കിലോ അരിയോ 1/2 കിലോ വെളിച്ചെണ്ണയോ 1/4 കിലോ കാപ്പിപ്പൊടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്തിന് 100 മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്ക് സമീപമുള്ള ഒരു കുര്യാക്കോസ് ചേട്ടനോ ഒരു ശങ്കരൻ ചേട്ടനോ ഒരു മൗലവി ചേട്ടനോ നിങ്ങൾക്ക് സമീപം കച്ചവടക്കാരനായിട്ടുണ്ടായിരിക്കണം. മറന്നു പോകരുത്, മൺമറഞ്ഞു പോകരുത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന ധർണ KVVS സംസ്ഥാന സെക്രട്ടറി സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനത്തിന് വിറ്റഴിക്കുന്ന ഉൽപ്പന്നത്തിന്റെ 100% ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഇതൊന്നും ഉറപ്പുവരുത്താതെ അന്യ തൊഴിലാളി ജീവനക്കാരെ വെച്ച് പാർട്ടിക്കാർക്ക് ബിനാമി ഇടപാടിലൂടെ പണം സമ്പാദിക്കാനുള്ള അവസരമായിട്ടാണ് ഈ തെരുവച്ചവടത്തെ കാണുന്നത്. പിന്നെന്താ ഈ തെരുവച്ചവടം നടക്കുന്നത്? മാർക്കറ്റിൽ നിന്നും പുറന്തള്ളുന്ന 2ാം തരം ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നത്. ചെലവാത്ത ഫ്രൂട്ട്സുകൾ ഹോൾസെയിൽ നിന്ന് മാറ്റിവെക്കുന്നത്, ചെലവാത്ത പച്ചക്കറികളെ മാറ്റിവെക്കുന്നത്, ഇതെല്ലാമാണ് 2ാം തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ചെലവാക്കുന്നത്. ആരോഗ്യ കേരളം, സംശുദ്ധ കേരളം എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുമ്പോൾ ഈ തെരുവ് കച്ചവടത്തിൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. യൂണിറ്റ് പ്രസിഡന്റ് കുര്യൻ സക്കറിയ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ശിവ ബിജു, ഷാജി പി മാത്യു, രാജീവ് S, ഷേർലി തര്യൻ, നിതിൻ തര്യൻ, റൌഫ് റഹീം, NP തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ പ്രവിത്താനത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. മറ്റൊരാൾ ഗുരുതര പരിക്കുകളുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലാ പ്രവിത്താനത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഈരാറ്റുപേട്ട മറ്റക്കാട് സ്വദേശി ഇബ്രാഹിംകുട്ടിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഉള്ളനാട് ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറും പ്രവിത്താനം ഭാഗത്തു നിന്നും വന്ന വാഗണർ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇന്ന് രാവിലെ 10ഓടെയായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പാലാ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ നിയന്ത്രണം നഷ്ടമായ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. പാലാ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. മീനടം കിഴക്കും ഭാഗത്ത് അന്നദാന മഹോത്സവം നടന്നു. 81 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ചതാണ് അന്നദാന മഹോത്സവം. 81 വർഷങ്ങൾക്കിപ്പുറവും മീനടം കിഴക്കും ഭാഗത്ത് അന്നദാന മഹോത്സവം നടത്തി. 81 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടിയാണ് അന്നദാനം ആരംഭിച്ചത്. മീനടം പ്രദേശത്ത് വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ പിതാക്കന്മാർ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അടുത്തെത്തുകയും അന്നദാനം നടത്തിയാൽ പരിഹാരം കാണാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നദാനം നടത്തുകയുമായിരുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് ആരംഭിച്ച അന്നദാനമാണ് ഇന്നും തുടരുന്നത്. പരിശുദ്ധ പാമ്പാടി തിരുമേനി തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തുടങ്ങി വെച്ച അന്നദാനം നമുക്കറിയാം. വലിയ വരൾച്ചയുടെയും വലിയ ബുദ്ധിമുട്ടിൻ്റെയും സാഹചര്യത്തിൽ മാർച്ച് 25-ന് തുടങ്ങിയ അന്നദാനം 81 വർഷക്കാലം മുടങ്ങാതെ നമ്മുടെ നാട്ടിൽ അനുഗ്രഹം പകർന്നുകൊണ്ട് ഇന്നും നടക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേരുകയാണ്. ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അസംബ്ലി നടക്കുന്നത് മൂലമാണ് എനിക്ക് എത്താൻ സാധിക്കാത്തത്. എല്ലാ പ്രാർത്ഥനയും ആശംസയും നേരുന്നു. നമ്മുടെ നാട് എന്നും ഇതേപോലെ ഐശ്വര്യപൂർണ്ണമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ദൈവമാതാവിൻ്റെ വചനിപ്പിൻ്റെ പെരുന്നാൾ കൂടി ചേർത്ത് വെക്കുന്ന ഈ അന്നദാനത്തിന് വലിയധികം അനുഗ്രഹം നൽകാൻ സാധിക്കും. എല്ലാ ആശംസകളും. നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കഞ്ഞിയും പുഴുക്കും പപ്പടവും മാങ്ങാക്കറിയും ഉൾപ്പെടെ വഴിയുടെ അരികിലിരുന്ന് കഴിക്കുന്ന ചടങ്ങാണിത്. വഴി സൈഡിൽ കുഴികുത്തി തേക്കിലയിൽ കഞ്ഞി കുടിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ. മുതിർന്ന ആളിൽ തുടങ്ങി ഇളം തലമുറക്കാർ ഉൾപ്പെടെ 10 പേരെ ഇരുത്തിയായിരുന്നു ആദ്യകാലങ്ങളിൽ കഞ്ഞി വീഴ്ത്തൽ ചടങ്ങ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും ഫലമായി മീനടം കിഴക്കൻ പ്രദേശത്തിന് ലഭിച്ച ദൈവിക കൃപയെ നന്ദിയോടെ സ്മരിച്ചാണ് അന്നദാന മഹോത്സവത്തിൽ ഓരോരുത്തരും പങ്കുചേരുന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
കോട്ടയം ജില്ലയിലെ പൊതുജന സേവനത്തിലെ മികവ് പരിഗണിച്ച് ബംഗാൾ ഗവർണറുടെ പ്രൈഡ് ഓഫ് ലാൻഡ് പുരസ്കാരത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അർഹനായി. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. പുതിയ അധ്യയന വർഷത്തിൽ പരുത്തുംപാറ കുഴിമറ്റം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ പഠിക്കാനെത്തുന്നത് വർണ്ണങ്ങളാൽ മനോഹരമാക്കിയ ക്ലാസ് മുറികളിൽ. ഇൻഡിഗോ പെയിന്റ്സ് ആണ് നിറം മങ്ങി ശോച്യാവസ്ഥയിലായിരുന്ന ഈ സ്കൂൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത്. ഇത്രയും നാളും നിറം മങ്ങിയ ക്ലാസ് മുറികളിൽ ഇരുന്നു പഠിച്ചിരുന്ന പരുത്തുംപാറ കുഴിമറ്റം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ കാത്തിരിക്കുന്നത് വർണ്ണപ്രപഞ്ചം തീർത്ത ക്ലാസ് മുറികൾ. ഇൻഡിഗോ പെയിന്റ്സ് ആണ് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സേവാ ഉത്സവ പരിപാടിയുടെ ഭാഗമായി സ്കൂളിന് പുതിയ മുഖം നൽകിയത്. സ്കൂളും ക്ലാസ് മുറികളുമൊക്കെ വിവിധ വർണ്ണങ്ങളിലുള്ള പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. ഇൻഡിഗോ പെയിന്റ് നടത്തിവരുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഇൻഡിഗോ പെയിന്റ് എറണാകുളം ബ്രാഞ്ച് മാനേജർ ഹാഷിം പറഞ്ഞു. ഇൻഡിഗോ പെയിൻസിൻ്റെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായി ഇന്നിവിടെ നടത്തുന്ന ഈ പരിപാടി സേവാ ഉത്സവം എന്ന പേരിൽ ഈ പരിപാടി ഈ പരുത്തുംപാറ ചിങ്ങവനം മേഖലയിലുള്ള കുഴിമറ്റം LP സ്കൂൾ പെയിൻറ്റ് ചെയ്ത് മനോഹരമാക്കുകയാണ്. അതിനായി ഇവിടെ കണ്ണാമ്പുറം സ്റ്റോഴ്സ്, ചിങ്ങവനത്തെ കണ്ണാമ്പുറം സ്റ്റോഴ്സും അതോടൊപ്പം ഈ നാട്ടിലുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള പെയിൻറ്റർ സുഹൃത്തുക്കളുടെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്കായി അവരുടെ കുട്ടികളും അവരുടെ കുടുംബവും എല്ലാം വന്ന് ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ. കുട്ടികളുടെ കലാപരിപാടികളും ബാക്കി എല്ലാ പരിപാടികളുമായിട്ട് ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിൽ എല്ലാവരും സഹകരിച്ച സ്കൂളിനോടും സ്കൂളിലെ അധ്യാപക രക്ഷകർത്താക്കൾ എല്ലാവരും അതോടൊപ്പം തന്നെ കണ്ണാമ്പുറം സ്റ്റോഴ്സിൻ്റെ പിപ്പുവും അതുപോലെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തനമായിട്ടുള്ള എല്ലാ പെയിൻറ്റർ സുഹൃത്തുക്കൾക്കും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്കൂളിന് ഇത്തരം ഒരു സൗകര്യം സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ലഭിച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് ഹെഡ് മിസ്ട്രസ് സുനിതകുമാരി പറഞ്ഞു. ഇൻഡിഗോ പെയിൻറ്റ്സിൻ്റെ സേവാ ഉത്സവ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മുടെ സ്കൂളിനെ മോടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചിങ്ങവനത്തെ കണ്ണമ്പുറം പെയിൻറ്റ് കട, അവിടുത്തെ അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പെയിൻറ്റേഴ്സ്, അതായത് ഏകദേശം 10-60 പെയിൻറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഒരു സന്നദ്ധ പ്രവർത്തനമാണ്, അതായത് സേവനമാണ് നമ്മുടെ സ്കൂളിന് ലഭ്യമായിരിക്കുന്നത്. ഈ നാട്ടിലെ മറ്റുള്ള പെയിൻറ്റേഴ്സും ഒക്കെ അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏവരുടെയും സഹകരണത്തിനും സേവനത്തിനും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഡിഗോ പെയിന്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി എത്തിയിരിക്കുന്നത് ചിങ്ങവനം കണ്ണമ്പുറം സ്റ്റോഴ്സ് ആണ്. ഞങ്ങൾ ചിങ്ങവനത്തെ 10-60 വർഷമായിട്ടുള്ള ഒരു കടയാണ് കണ്ണമ്പുറം സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷം തരുന്ന, അതായത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്ന ഈ ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ പഞ്ചായത്തിനോടും ഇവിടുത്തെ ഞങ്ങളുടെ 10-60 പെയിൻറ്റർമാരുണ്ട്. ഈ പെയിൻറ്റർമാരോടുള്ള ഒരു വളരെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്കൂളിൻ്റെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഞങ്ങളെ കൊണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ് സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഇൻഡിഗോ പെയിൻറ്റ്സ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഇതിനകത്ത് ഭാഗമാകാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു വളരെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കൂടാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പരിശ്രമത്തിന് ഒപ്പം നിന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മുത്തോലിക്കടവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ പാലാ എക്സൈസ് സംഘം പിടികൂടി. അറസ്റ്റ് ചെയ്യുന്നതിനിടെ കഞ്ചാവ് ലഹരിയിൽ അക്രമാസക്തനായി എക്സൈസ് സംഘത്തെ വെട്ടിച്ചു കളഞ്ഞ ടിങ്കു ബേജ് എന്നയാളെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 200 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടിച്ചത്. പൊതുസ്ഥലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ അക്രമം വ്യാപകമാകുന്നു. പാലാ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം ഇത്തരം സംഘങ്ങളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാണ്. പൊതുസ്ഥലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ അക്രമം വ്യാപകമാകുന്നു. പാലാ പഴയ സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റുമുട്ടി. ഇവർ മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കുകയും പരസ്പരം പോരടിക്കുകയുമായിരുന്നു. തുടർച്ചയായി പാലാ ടൗണിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടുന്നത് പതിവായി കഴിഞ്ഞു. ഞായറാഴ്ചകളിൽ ലഹരി സംഘങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത് മൂലം ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പോലും ആളുകൾക്ക് ഭയമായി തുടങ്ങിയിട്ടുണ്ട്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതര സംസ്ഥാനക്കാർക്കിടയിലും വർദ്ധിച്ചു വരികയാണ്. ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന ക്യാമ്പുകളിൽ കഞ്ചാവ് വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട്. കഞ്ചാവ് വിൽപ്പനയും ലഹരി ഉപയോഗവും തടയാൻ ഇത്തരക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. മാലിന്യമുക്തം നവകേരളം മെഗാ ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായി മണർകാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും ശുചീകരണത്തിൽ പങ്കാളികളായി.
ഈ മാസം മാർച്ച് 30 നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തിൽ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 23 മാർച്ച് തുടങ്ങിയ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2 മെഗാ ക്ലീനിങ് നടത്തി. അതിന് ഇടയ്ക്ക് ഒരു 3 മാസം മുമ്പ് തന്നെ നമ്മൾ മെഗാ ക്ലീനിങ് ഒക്കെ നടത്തിയാണ് ബോധവൽക്കരണം, അതുപോലെ അനുസരിച്ചുള്ള കാര്യങ്ങൾ മറ്റ് ഇവിടുത്തെ NSS, SPC, വ്യാപാരി സമൂഹം, തൊഴിലുറപ്പ് ഹരിതകർമ്മസേന ഇവരെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലീനിങ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ബോധവൽക്കരണത്തിലൂടെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തിലെ ഒരു 90% സ്ഥലങ്ങൾ നമുക്ക് പ്രദേശമാക്കാൻ പറ്റി. അത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പൊതു സമൂഹത്തിന്റെ എല്ലാം നല്ലൊരു പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല. മാർച്ച് 30 പ്രഖ്യാപിച്ചാലും നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ലോക നേത്ര പരിചരണ ദിനത്തോടനുബന്ധിച്ച് പാമ്പാടി വട്ടമലപ്പടി പെർഫെക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസും വാസനായി കെയറും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും വെറ്റ്കെയിൻ വിതരണവും നടത്തി. പാമ്പാടി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് P. ഹരികുമാർ വിശിഷ്ടാതിഥിയായി. 6ാം വാർഡിലെ കാഴ്ച പരിമിതി നേരിടുന്ന സജിക്ക് വെറ്റ്കെയിൻ നൽകി. ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം കോർഡിനേറ്റർമാരെ ആദരിച്ചു. രാമപുരത്തായിരുന്നു ചടങ്ങ്. രാമപുരത്തെ നാലമ്പല ദർശന തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നും നിരവധി തീർത്ഥാടകരുമായിട്ടാണ് നാലമ്പലങ്ങളിൽ എത്തിയിരുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരെ നാലമ്പലങ്ങളിലേക്ക് എത്തിച്ച് സുഗമ ദർശനം സാധ്യമാക്കിയ KSRTC കോർഡിനേറ്റർമാരെ നാലമ്പല ദർശന കമ്മിറ്റി അനുമോദിച്ചു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിലെ 42 ഡിപ്പോകളിൽ നിന്നാണ് കൂടുതലും സർവീസ് നടത്തിയത്. വെഞ്ഞാറമൂട്, പാറശാല, വൈക്കം തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും ദിവസേന 1 കൂടുതൽ സർവീസുകളും ഉണ്ടായിരുന്നു. 172 സർവീസുകൾ 30 ദിവസത്തിനുള്ളിൽ KSRTC നടത്തിയിരുന്നു. വെളുപ്പിന് 5 മണി മുതൽ KSRTC ബസ്സുകൾ തീർത്ഥാടകരുമായി ക്ഷേത്രങ്ങളിൽ എത്തിയിരുന്നു. KSRTC ബസ്സിലെത്തുന്ന യാത്രക്കാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേക ബാഡ്ജ് നൽകിയാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ അയച്ച വൈക്കം കോർഡിനേറ്റർ ശ്യാംദാസ് P, വെഞ്ഞാറമൂട് കോർഡിനേറ്റർ രാജേഷ് IS, മാവേലിക്കര കോർഡിനേറ്റർ രമ്യ RS, തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ VA ജയകുമാർ, കൊല്ലം ജില്ലാ കോർഡിനേറ്റർ മോനായി ജയകൃഷ്ണ, മികച്ച കോർഡിനേഷന് നേതൃത്വം നൽകിയ BTC സ്റ്റേറ്റ് കോർഡിനേറ്റർ സുനിൽകുമാർ R, സെൻട്രൽ സോൺ കോർഡിനേറ്റർ അനീഷ് R, കോട്ടയം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം എന്നിവരെയാണ് അനുഭവിച്ചത്. നാലമ്പല ദർശന കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ബുധൻ മൊമന്റോ നൽകി. നാലമ്പല ദർശന കമ്മിറ്റി സെക്രട്ടറി PR രാമൻ നമ്പൂതിരി, പ്രദീപ് അമനകര, P. സോമനാഥൻ നായർ അക്ഷയ, PP നിർമ്മലൻ, ശ്രീകുമാർ കൂടപ്പുലം, ഉണ്ണികൃഷ്ണൻ നായർ കൂടപ്പുലം, വിഷ്ണു കൊണ്ടൂർമന, സത്യൻ പുതിയെടുത്തമന തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ഇടപെട്ടു. കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി മാറി. പാടശേഖരങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് സംഭരിക്കും. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കുറ്റപത്രം പോലീസ് ഈ ആഴ്ച സമർപ്പിക്കും. തെളിവെടുപ്പും സാക്ഷിമൊഴിയും ശാസ്ത്രീയ തെളിവ് ശേഖരണവും പൂർത്തിയായി. പാമ്പാടിയിലെ അനധികൃത വഴിയോര കച്ചവടത്തിന് പഞ്ചായത്ത് ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണം. വ്യാപാരികൾ കടകൾ അടച്ചിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാലാ പ്രവിത്താനത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരൻ ഈരാറ്റുപേട്ട സ്വദേശി മരിച്ചു. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.